ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് തലശ്ശേരി സ്റ്റൈലിലുള്ള കല്ലുമ്മക്കായ് നിറച്ചത് നോക്കാം. അതിലേക്ക് ആവശ്യമായ തേങ്ങ, ചെറിയുള്ളി, പെരിഞ്ചീരകം, കറിവേപ്പില എന്നിവ മിക്സിയിൽ ചെറുതായൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിന് അധികം അരയണ്ട, കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷായാൽ മാത്രം മതി. അതിനുശേഷം ഇതിലേക്ക് മാവിന് ആവശ്യമായിട്ടുള്ള അരിപ്പൊടി, പുട്ടുപൊടിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. പുട്ടുപൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ഇതും കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് പിന്നെ അതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാവുന്നതാണ്. പുട്ടുപൊടി ആയതുകൊണ്ട് തന്നെ കുറച്ച് ലൂസിൽ കുഴച്ച് വെക്കണം. കുറച്ച് കഴിയുമ്പോൾ സമയം റെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് കുതിർന്ന് വരും, അപ്പോൾ ടൈറ്റ് ആവും. അതുകൊണ്ട് കുറച്ച് ലൂസായിട്ട് കുഴച്ച് വെക്കുക. നന്നായി മിക്സ് ചെയ്ത് നല്ല സോഫ്റ്റായിട്ട് കുഴച്ച് വെക്കണം. നന്നായി സോഫ്റ്റായിട്ട് കുഴച്ച് വെച്ച് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു അരമണിക്കൂർ വെച്ചാൽ മതിയാവും. അപ്പോഴത്തേക്ക് മാവ് നന്നായി പൊന്തി വരും. പിന്നെ നമുക്ക് കല്ലുമ്മക്കായിലേക്ക് നിറയ്ക്കാൻ തുടങ്ങാം. അധികം മാവാക്കരുത്, കുറച്ച് മതി. അതിലേക്ക് നന്നായി നിറച്ച് കൊടുക്കാം. നല്ല ഷേപ്പ് ചെയ്ത് നിറച്ച് വെക്കാം. ഓവർ മാവായി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഷേപ്പ് ചെയ്ത് നിറച്ച് ആവിപാത്രത്തിലേക്ക് വെക്കാം. ആവിപാത്രത്തിലേക്ക് ഓരോന്നായി നിരത്തി വെച്ച് നമുക്കിത് പുഴുങ്ങിയെടുക്കാം. ആയിക്കഴിഞ്ഞു. ഇനി നമുക്കിത് പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ വെള്ളമൊഴിച്ച് കുറച്ച് ലൂസാക്കി കലക്കി വെക്കാം. കുറച്ച് നല്ലോണം ലൂസായി, അല്ലെങ്കിൽ ഭയങ്കര എരിവായിരിക്കും. ഇത് പൊരിക്കാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ നേരത്തെ ആവി കയറ്റി വെച്ച കല്ലുമ്മക്കായ് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചു മറിച്ചിട്ട് നന്നായി ഫ്രൈ ചെയ്യാം. ഇപ്പോൾ നമ്മളെ സ്വാദിഷ്ടമായ കല്ലുമ്മക്കായ് നിറച്ചത് റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് കമൻറ്റായി ഇടുക. ഇഷ്ടപ്പെട്ടിനെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണാം. ഓക്കെ, ബൈ.